ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമുക്ക് 100 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ കേരളത്തിലാണ് പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. 2ാം സ്ഥാനം റഷ്യക്കാണ്. 3ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനം. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ കോന്നി വനമേഖലയെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1888 ഒക്ടോബർ 9. 2024 ഫെബ്രുവരി 15 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനം. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദം പദ്ധതി. അപ്പോൾ എന്താണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി? മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2025 2024 ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് ഫെബ്രുവരി 6. അപ്പോൾ 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിച്ചത് ഫെബ്രുവരി 6. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത്. ഈ വർഷം, അതായത് 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിച്ചത് ഫെബ്രുവരി 6. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ തപൻ കുമാർ ദേഖ ആരാണ്? തപൻ കുമാർ ദേഖയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ഭൂപീന്ദർ സിംഗ് റാവത്ത്. അപ്പോൾ ഭൂപീന്ദർ സിംഗ് റാവത്ത് ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോള്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്നു ആര്? ഭൂപീന്ദർ സിംഗ് റാവത്ത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ അറിയപ്പെട്ടിരുന്നത് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിന്റെ പേര് മാറ്റിയിരിക്കുന്നത് അശോക മണ്ഡപവും എന്നാണ്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ ഏതു പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്? ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാൾ അറിയപ്പെടുന്നത് അശോക് മണ്ഡപവും എന്നാണ്. ഇന്ത്യയുടെ 500ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏത് സ്ഥലത്താണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ഐസ്വാൾ, മിസോറാം. അപ്പോൾ ഇന്ത്യയുടെ 50ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എവിടെയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ഐസ്വാളിലാണ്.
ചന്തുബി മഹോത്സവം നടക്കുന്ന സംസ്ഥാനമാണ് അസം. അപ്പോൾ അസം സംസ്ഥാനത്തിലെ ഉത്സവമാണിത് ചന്തുബി മഹോത്സവം. ചന്തുബി മഹോത്സവം ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ്? അസമിന്റെ ഉത്സവമാണ് ചന്തുബി മഹോത്സവം. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളാണ് ഉഗ്രം. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളിന്റെ പേരെന്താണ്? ഉഗ്രം. വിദേശത്ത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നു. വിദേശത്ത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്? ജനുവരി 10. ലോക ഹിന്ദി ദിനം എന്നാണ് ജനുവരി 10. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. അപ്പോൾ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മണിപ്പൂർ. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഒഡീഷ സംസ്ഥാനത്തിനാണ് 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് ലഭിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളിന്റെ പേരെന്താണ്? ഉഗ്രം. ലോക ഹിന്ദി ദിനം എന്നാണ് ജനുവരി 10. വിദേശത്ത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. തമോദ്വാരങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. അപ്പോൾ തമോദ്വാരങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലാണ് 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത്. എഡിൻബർഗിൽ നടന്ന 2023 19 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അനാഹത് സിംഗ് ആണ്. അപ്പോൾ എഡിൻബർഗിൽ നടന്ന 2023 19 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? അനാഹത് സിംഗ്. അപ്പോൾ തമോദ്വാരങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. എഡിൻബർഗിൽ നടന്ന 2023 19 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? അനാഹത് സിംഗ് ആണ്. ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് വസീമാണ്. അപ്പോൾ ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ആര്? മുഹമ്മദ് വസീം. 2023 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാവാണ് മാഗ്നസ് കാൾസൺ. 2023 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബധിര ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? പൃഥ്വി ശേഖർ ആണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബധിര ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ. 2024 ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അജിത് മിശ്ര. അപ്പോൾ 2024 ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജൻ ആരാണ്? അജിത് മിശ്രയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബധിര ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാരന്റെ പേരെന്താണ്? പൃഥ്വി ശേഖർ. 2023 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് വസീം.
2024 ജൂൺ 30 ഇന്ത്യയുടെ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. അപ്പോൾ ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2024 ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാനായത് ആരാണ്? രവി അഗർവാൾ ആണ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാൻ ആരാണ്? രവി അഗർവാൾ. 2024 ജൂണിൽ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. അപ്പോൾ ഷിംലയിലാണ് ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത്. ഏത് വർഷത്തിലാണ് ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്? 2026 അപ്പോൾ 2026 ISRO ആദ്യത്തെ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാൻ ആരാണ്? രവി അഗർവാൾ. 2024 ജൂണിൽ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. 2026 ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷനാണ് ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ. അപ്പോൾ ജയ്പൂർ മിലിറ്ററി സ്റ്റേഷനാണ് പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധനയാണിത്. ഓപ്പറേഷൻ ഫാനം. അപ്പോൾ ഓപ്പറേഷൻ ഫാനം ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയാണിത്. ഓപ്പറേഷൻ ഫാനം. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിനു പകരം കുലഗുരു എന്ന് വിളിക്കുവാൻ തീരുമാനിച്ച മന്ത്രിസഭയാണ് മധ്യപ്രദേശ് മന്ത്രിസഭ. അപ്പോൾ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിനു പകരം കുലഗുരു എന്ന് വിളിക്കുവാൻ തീരുമാനിച്ച മന്ത്രിസഭയാണേത്? മധ്യപ്രദേശ് മന്ത്രിസഭ. 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏത്? കാർത്തുമ്പി കുട നിർമ്മാണം. അപ്പോൾ കാർത്തുമ്പി കുട നിർമ്മാണമാണ് 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷൻ ഏതാണ്? ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഫാനം. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിനു പകരം കുലഗുരു എന്ന് വിളിക്കുവാൻ തീരുമാനിച്ച മന്ത്രിസഭ ഏതാണ്? മധ്യപ്രദേശ് മന്ത്രിസഭയാണ്. 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ്? കാർത്തുമ്പി കുട നിർമ്മാണം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യ ശ്രീലങ്ക. 2026 ICC പുരുഷ T20 ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക. ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് നോമാഡിക് എലിഫന്റ്? ഇന്ത്യയും മംഗോളിയയും. അപ്പോൾ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണേത്? നോമാഡിക് എലിഫന്റ്. കേരളത്തിൽ വരുന്ന സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? തലശ്ശേരിയിലാണ്. അപ്പോൾ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനികാഭ്യാസം അറിയപ്പെടുന്ന പേരെന്താണ്? നോമാഡിക് എലിഫന്റ്. എന്താണ്? നോമാഡിക് എലിഫന്റ്. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 നേടിയത് ജോർജ് റസലാണ്. അപ്പോൾ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 നേടിയത് ആരാണ്? ജോർജ് റസലാണ്. ആദ്യമായി ഒളിമ്പിക്സിൽ 100 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരമാണ് ജ്യോതിയർ രാജി. അപ്പോൾ ആദ്യമായി ഒളിമ്പിക്സ് 100 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരം ആരാണ്? ജ്യോതിയർ രാജി. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് NS രാജസുബ്രഹ്മണിയാണ്. അപ്പോൾ ഇന്ത്യൻ കരസേന ഉപമേധാവി ആരാണ്? NS രാജസുബ്രഹ്മണി. അപ്പോൾ നോമാഡിക് എലിഫന്റ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനികാഭ്യാസമാണ്.
ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 നേടിയത് ജോർജ് റസൽ. ആദ്യമായി ഒളിമ്പിക്സ് 100 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരമാരാണ്? ജ്യോതിയർ രാജി. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റതാരാണ്? NS രാജസുബ്രഹ്മണി. ബഷീർ സ്മാരകമാണ് ആകാശമിഠായി. ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയാണ്? ബേപ്പൂർ. അപ്പോൾ ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് ബേപ്പൂർ ആണ്. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1. ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആദിത്യ L1. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനമാണ് ജൂലൈ 6. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനം എന്നാണ് ജൂലൈ 6. ഒരു കപ്പൽ പഠനവകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ K ശിവപ്രസാദ് ആണ്. ഒരു കപ്പൽ പഠനവകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചതാരാണ്? ഡോക്ടർ K ശിവപ്രസാദ്. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയാണ്? ബേപ്പൂർ. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യമേതാണ്? ആദിത്യ L1. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനം എന്നാണ് ജൂലൈ 6. ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചതാരാണ്? ഡോക്ടർ K ശിവപ്രസാദ്. 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ ആണ്. അപ്പോൾ ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ 2024 കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രപതി 17ാം ലോകസഭ പിരിച്ചുവിട്ടത്? ആർട്ടിക്കിൾ 85. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 85 പ്രകാരമാണ് രാഷ്ട്രപതി 17ാം ലോകസഭ പിരിച്ചുവിട്ടത്. 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS മൈസൂർ. അപ്പോൾ 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? INS മൈസൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രപതി 17ാം ലോകസഭ പിരിച്ചുവിട്ടത്? ആർട്ടിക്കിൾ 85. 2024 ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ. DRDOയും L&T ഡിഫൻസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ലൈറ്റ് ടാങ്കിന്റെ പേരാണ് സ്വരാവർ. അപ്പോൾ സ്വരാവർ തദ്ദേശീയ ലൈറ്റ് ടാങ്കാണ്. DRDOയും L&T ഡിഫൻസും ചേർന്നാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 28 അംഗ അത്ലറ്റിക്സിൽ സ്ക്വാഡിനെ ആരാണ് നയിക്കുക? നീരജ് ചോപ്രയാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 28 അംഗ അത്ലറ്റിക്സിനെ ആരാണ് നയിക്കുക? നീരജ് ചോപ്രയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം ടേമിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് നടന്ന തീയതി എന്നാണ്? 2024 ജൂലൈ 23. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം ടേമിലെ ആദ്യ കേന്ദ്ര ബജറ്റ് നടന്നത് 2024 ജൂലൈ 23. DRDOയും L&T ഡിഫൻസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ലൈറ്റ് ടാങ്കിന്റെ പേരെന്താണ്? സ്വരാവർ. 2024 ജൂലൈ 6 ബില്യാർഡ്സിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ധ്രുവ് സിദ്വാലയാണ്. ധ്രുവ് സിദ്വാല. 2024 ജൂലൈ 6 ബില്യാർഡ്സിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ധ്രുവ് സിദ്വാല. 2024 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിജയി ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. അപ്പോൾ 2024 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിജയിയാണ് ലൂയിസ് ഹാമിൽട്ടൺ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1 എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്?
പ്രസിഡന്റ് ദ്രൗപദി മുർമു. അപ്പോൾ വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1 എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇത്ര നമുക്ക് നോക്കാം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? കേരളം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏത്? കോന്നി റിസർവ് വനം. കോന്നി റിസർവ് വനം ആദ്യത്തെ വനമായി പ്രഖ്യാപിച്ചെന്നാണ് 1888 ഒക്ടോബർ 9. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2025 ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ഫെബ്രുവരി 6. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ തലവൻ തവൻകുമാർ ദേഖ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. ഭൂപീന്ദർ സിംഗ് റാവത്ത് ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗണതന്ത്ര മണ്ഡപം, അശോക മണ്ഡപം. നേരത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അശോക് ഹാൾ. ഇന്ത്യയുടെ 50ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏത് സ്ഥലത്താണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? ഐസ്വാൾ. ചന്ദുബി മഹോത്സവം നടക്കുന്നത് എവിടെയാണ്? അസമിലാണ്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളിന്റെ പേരെന്താണ്? ഉഗ്രം. ഹിന്ദി ഭാഷാ ദിനം എന്നാണ്? ലോക ഹിന്ദി ദിനം ജനുവരി 10. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂർ. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. തമോധാരങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എക്സ്പോസാറ്റ്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യനമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. എഡിൻബർഗിൽ നടന്ന 2023 19 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? അനാഹത് സിംഗ്. ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് വസീം. 2023 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബധിര ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാരന്റെ പേരെന്താണ്? പൃഥ്വി ശേഖർ. 2024 ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജനാരാണ്? അജിത് മിശ്ര. 2024 ജൂണിൽ ഇന്ത്യയുടെ കരസേനാ മേധാവിയെ ചുമതലയേറ്റത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാൻ രവി അഗർവാൾ. ചാർവിക് ഹൌസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംല. ഏത് വർഷത്തിലാണ് ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്? 2026. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സൈനിക സ്റ്റേഷൻ ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിനു പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ. മധ്യപ്രദേശ്. മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ്? 2024 കാർത്തുമ്പി കുട നിർമ്മാണം. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി. 2026 ICC പുരുഷ T20 ലോകകപ്പ്. ഇന്ത്യ ശ്രീലങ്ക. ഏത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ്? നോമാഡിക് എലിഫന്റ്. ഇന്ത്യ മംഗോളിയ. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 നേടിയതാരാണ്? ജോർജ് റസൽ. ആദ്യമായി ഒളിമ്പിക്സ് 100 മീറ്റർ ഹഡിൽസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരമാരാണ്? ജ്യോതിയർ രാജി. ഇന്ത്യൻ കരസേന ഉപമേധാവി ആരാണ്? NS രാജസുബ്രഹ്മണി. ബഷീർ സ്മാരകമാണ് ആകാശമിട്ടായി. ആകാശമിട്ടായി സ്ഥാപിതമായത് എവിടെയാണ്? ബേപ്പൂർ. ഹാലോ ഓർബിറ്റിൽ 2024 ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യൻ സൗരദൌത്യം ഏതാണ്? ആദിത്യ L1. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനം എന്നാണ്? ജൂലൈ 6. ഒരു കപ്പൽ പഠന വകുപ്പിന്റെ പിറവിയും പ്രയാണവും എന്ന കൃതി രചിച്ചതാരാണ്? ഡോക്ടർ KV ശിവപ്രസാദ്. 2024 ചന്ദ്രനിലെ പാറകഷ്ണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് പ്രഗ്യാൻ റോവർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രപതി 17ാം ലോക്സഭ പിരിച്ചുവിട്ടത്? ആർട്ടിക്കിൾ 85. 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? INS മൈസൂർ.
DRDOയും L&T ഡിഫൻസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ലൈറ്റ് ടാങ്കിന്റെ പേര് സ്വരാവർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 28 അംഗ അത്ലറ്റിക്സ് സ്ക്വാഡിനെ ആരാണ് നയിച്ചത്? നീരജ് ചോപ്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം ടൈമിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച തീയതി എന്നാണ്? 2024 ജൂലൈ 23. 2024 ജൂലൈ 6 ബില്യാർഡ്സിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിട നേടിയത് ധ്രുവ് സിദ്വാല. 2024 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചതാരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മ. വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 1 എന്ന പുസ്തകം ഇന്ത്യയിലെ ഏത് വ്യക്തിയുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. 2024 ജൂലൈ 16 ഏത് രാജ്യത്താണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൗഹൃദത്തിന്റെ പ്രതീകമായ മൈത്രി ഉദ്യാൻ ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസിലാണ്. അപ്പോൾ 2024 ജൂലൈ 16 മൗറീഷ്യസിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൗഹൃദത്തിന്റെ പ്രതീകമായ മൈത്രി ഉദ്യാൻ ഉദ്ഘാടനം ചെയ്തത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കാനുള്ള ആകെ സംഘാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 117 കായിക താരങ്ങളാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിന് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കാനുള്ള ആകെ സംഘാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 117 കായിക താരങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല ഏതാണ്? പെരിയാർ വനമേഖലയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല ഏത്? പെരിയാർ വനമേഖല. ഏത് ദൗത്യത്തിലാണ് ISRO ടീമിന് 2024 ബഹിരാകാശ പര്യവേഷണത്തിനുള്ള ജോൺ എൽ ജാക്ക് സിഗർട്ട് ജൂനിയർ പുരസ്കാരം ലഭിച്ചത്? ചന്ദ്രയാൻ 3 ദൗത്യമാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ് ജോൺ എൽ ജാക്ക് സിഗർട്ട് ജൂനിയർ പുരസ്കാരം ISRO ടീമിന് 2024 ലഭിച്ചത്. 2024 ഏപ്രിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവാണ് പീറ്റർ W. ഹിഗ്സ്. അപ്പോൾ പീറ്റർ W. ഹിഗ്സ് ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹം 2024 ഏപ്രിൽ അന്തരിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണാണ് അലക്സാണ്ടർ തോമസ്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അലക്സാണ്ടർ തോമസ്. ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് 2 സൈനിക എയർഫീൽഡുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയത്? ലക്ഷദ്വീപിലാണ്. അപ്പോൾ ലക്ഷദ്വീപിലാണ് 2 സൈനിക എയർഫീൽഡുകൾ നിർമ്മിക്കുവാനായിട്ട് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തിടെ അർജന്റീനയിൽ ശാസ്ത്രജ്ഞർ കണ്ടെടുത്ത 90 ദശലക്ഷം പഴക്കമുള്ള സസ്യബുക്കായ ദിനോസറിന്റെ ഫോസിൽ ഏതാണ്? ചഗീസോറസ് നിഗുൽ. ചഗീസോറസ് നിഗുൽ. അടുത്തിടെ അർജന്റീനയിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ 90 ദശലക്ഷം വർഷം പഴക്കമുള്ള സസ്യബുക്കായ ദിനോസർ ഫോസിൽ ഏതാണ്? ചഗീസോറസ് നിഗുൽ. 16ാം ബഷീർ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാണ് ഇ സന്തോഷ് കുമാർ. അപ്പോൾ ഈ സന്തോഷ് കുമാറിനാണ് 16ാം ബഷീർ അവാർഡ് ലഭിച്ചത്. 2024 ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK-യിലാണ്. അപ്പോൾ 2024 UK-യിൽ വീശിയ കൊടുങ്കാറ്റിന്റെ പേരെന്താണ്? ഹെങ്ക്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പി ചന്ദ്രകാന്ത് സോംപുര. ചന്ദ്രകാന്ത് സോംപുരയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പി. 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആര്? മാൻ സിംഗ്. അപ്പോൾ 2024 ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? മാൻ സിംഗ്. മാലിന്യമുക്ത ക്യാമ്പയിൻ ആഗോള അംഗീകാരം നേടിയ ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണ്? സ്നേഹരാമം പദ്ധതി. നാഷണൽ സർവീസ് സ്കീമിന്റെ പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി. മാലിന്യമുക്ത ക്യാമ്പയിൻ ആഗോള അംഗീകാരം നേടിയ ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി? നാഷണൽ സർവീസ് സ്കീം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്താണ്? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്
റിപ്പോർട്ട് ഏത് തീയതിയിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ചത്? 2024 മാർച്ച് 14. അപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് 2024 മാർച്ച് 14 മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ചത്. 2024 രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ. അപ്പോൾ മുംബൈ ടീമിനാണ് 2024 രഞ്ജി ട്രോഫി കിരീടം ലഭിച്ചത്. അപ്പോൾ സ്നേഹരാമം പദ്ധതി ഏത് പദ്ധതിയുടെ കീഴിലാണ്? നാഷണൽ സർവീസ് സ്കീമിലാണ് സ്നേഹരാമം പദ്ധതി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ഏത് തീയതിയിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ചത്? 2024 മാർച്ച് 14. രഞ്ജി ട്രോഫി 2024 ലഭിച്ചത് മുംബൈക്കാണ്. കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഏത് ഇഞ്ചി ഇനത്തിനാണ് ജിഞ്ചറോൾ വികസിപ്പിച്ചെടുത്തത്? അപ്പോൾ ഏത് ഇഞ്ചി ഇനത്തിൽ നിന്നാണ് ജിഞ്ചറോൾ വികസിപ്പിച്ചത്? കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഏത് ഇഞ്ചി ഇനത്തിൽ നിന്നാണ് ജിഞ്ചറോൾ വികസിപ്പിച്ചെടുത്തത്? കാർത്തിക. 2024 മാർച്ചിൽ ലൈം രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല എറണാകുളം. ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്ക്? പി മാധവൻകുട്ടി വാര്യർ. 2024 ലോകസുന്ദരി കിരീടം നേടിയത് ക്രിസ്റ്റീന പിസ്കോവ. അപ്പോൾ 2024 ലോകസുന്ദരി കിരീടം ലഭിച്ചത് ആർക്കാണ്? ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ്. ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പി മാധവൻകുട്ടിക്കാണ്. ജിഞ്ചറോൾ വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനം ഏതാണ്? കാർത്തിക. അടുത്ത ക്വസ്റ്റ്യൻ. 2024 മാർച്ച് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഇരട്ടവരി തുരങ്കത്തിന്റെ പേര് സെലാ ടണൽ. അപ്പോൾ 2024 മാർച്ച് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഇരട്ടവരി തുരങ്കം ഏതാണ്? സെലാ ടണൽ. ഗണിതശാസ്ത്രജ്ഞനായ സംഗ്രാമ മാധവന്റെ പേരിലുള്ള ഗണിതശാസ്ത്ര പഠന കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കല്ലേച്ചുംകര. അപ്പോൾ ഗണിതശാസ്ത്രജ്ഞനാണ് സംഗ്രാമ മാധവൻ. ഈ സംഗ്രാമ മാധവന്റെ പേരിലുള്ള ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കല്ലേറ്റുംകരയിലാണ്. 2024 മാർച്ച് 9 മുതൽ 23 വരെ പോഷൻ പക്വാട സംഘടിപ്പിക്കുന്ന മന്ത്രാലയമാണ് വനിതാ ശിശു വികസന മന്ത്രാലയം. അപ്പോൾ പോഷൻ പക്വാട 2024 സംഘടിപ്പിക്കുന്നത് ഏത് മന്ത്രാലയമാണ്? വനിതാ ശിശു വികസന മന്ത്രാലയം. അസമിലെ ജോർഹട്ട് ജില്ലയിൽ അഹോം ജനറൽ ലച്ചിത് ബോർബുഖന്റെ 125 അടി വെങ്കല പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ജോർഹട്ട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള പദ്ധതി നൻഹേ ഫരിസ്തേ. നൻഹേ ഫരിസ്തേ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കുവാനുള്ള പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നൻഹേ ഫരിസ്തേ. ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബായ പാവോക് തെസ്സലോനിക്കുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം. അപ്പോൾ ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബാണേത്? പാവോക് തെസ്സലോനി. അതേപോലെ പാവോക് തെസ്സലോനിക്കുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആരാണ്? മനീഷ കല്യാൺ. അപ്പോൾ ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബായ പാവോക് തെസ്സലോനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആരാണ്? മനീഷ കല്യാൺ. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെ? കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം, തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം. ഏതൊക്കെയാണ്? കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രവും തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവുമാണ്. 100ലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി ഏത്? സെൻ നദിയാണ്. അപ്പോൾ 100ലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി ഏതാണ്? സെൻ നദി. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം വികസിത ഭാരതം. അപ്പോൾ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതം.
2024 ജൂലൈ 8 രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശിച്ച ഉദയഗിരി ഗുഹ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഉദയഗിരി ഗുഹ എവിടെയാണ്? ഒഡീഷയിലാണ് ഉദയഗിരി ഗുഹ. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഏത് സംസ്ഥാനത്താണ് മൈക്ക മൈനുകൾ ബാലവേല രഹിതമായി പ്രഖ്യാപിച്ചത്? ജാർഖണ്ഡിലാണ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഏത് സംസ്ഥാനത്താണ് മൈക്ക മൈനുകൾ ബാലവേല രഹിതമായി പ്രഖ്യാപിച്ചത്? ജാർഖണ്ഡ്. അപ്പോൾ ഉദയഗിരി ഗുഹ എവിടെയാണ്? ഒഡീഷയില്. IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകളാണ് ലിറ്റിൽ കൈറ്റ്സ്. അപ്പോൾ IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ഏതാണ്? ലിറ്റിൽ കൈറ്റ്സ്. ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അപ്പോൾ ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഥാർ. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഥാർ? രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ ഥാർ. നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ 70ാമത് പതിപ്പ് 2024 ഓഗസ്റ്റ് 10 നടക്കുന്നത്. അപ്പോൾ 2024 ഓഗസ്റ്റ് 10 നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. ആ നെഹ്റു ട്രോഫി വള്ളംകളി എത്രാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2024 ഓഗസ്റ്റ് 10 നടക്കുന്നത്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഥാർ. സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പലാണ് ആദ്യമായിട്ട് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്നത്. IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ഏതാണ്? ലിറ്റിൽ കൈറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ്? പുലിക്കയത്താണ്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലെ പുലിക്കയം. എവിടെയാണ്? പുലിക്കയത്താണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സ്ഥാപിതമായത്. പുലിക്കയം. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം തിനിധി ദേസിംഗു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? തിനിധി ദേസിംഗു. ലോകത്തിലെ ആദ്യ മിറർ നോവലാണ് അക്ഷരമുഖി. ഈ അക്ഷരമുഖിയുടെ രചയിതാവാണ് ആറ്റൂർ സന്തോഷ് കുമാർ. അപ്പോൾ ലോകത്തെ ആദ്യത്തെ മിറർ നോവലായ അക്ഷരമുഖിയുടെ രചയിതാവ് ആരാണ്? ആറ്റൂർ സന്തോഷ് കുമാർ. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏതാണ്? മോസ്കോ ടൈംസ്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏതാണ്? മോസ്കോ ടൈംസ്. കിൽക്കാരി പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അപ്പോൾ കിൽക്കാരി പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ 1ാം സ്ഥാനം നിലനിർത്തിയത് കേരളം. അപ്പോൾ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ 2023-2024 വർഷത്തിൽ 1ാം സ്ഥാനം നിലനിർത്തിയ സംസ്ഥാനം കേരളം. മുമ്പ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായിലാണ്. അപ്പോൾ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പേരെന്താണ്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നേരത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. ഈ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായി. അപ്പോൾ കിൽക്കാരി പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രത്തിന്റെ പേരെന്താണ്? മോസ്കോ ടൈംസ്. ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഗാസിയാബാദ് ജില്ലയിലാണ്, ഉത്തർപ്രദേശ്. അപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്? ഗാസിയാബാദ്, ഉത്തർപ്രദേശ്.
2024 ജനുവരി 28 ആരംഭിച്ച 7 ദിവസത്തെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ തീം എന്താണ്? സാഹിത്യം, സംസ്കാരം, പുരോഗതി. 2024 ജനുവരി 28 ആരംഭിച്ച 7 ദിവസത്തെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ തീം എന്താണ്? സാഹിത്യം, സംസ്കാരം, പുരോഗതി. നിലവിലുള്ള 75 നിന്ന് എത്ര പുതിയ റാംസാർ സൈറ്റുകളാണ് ഇന്ത്യ ചേർത്തത്? 5. അപ്പോൾ പുതുതായിട്ട് എത്ര റാംസാർ സൈറ്റുകളാണ് കൂട്ടിച്ചേർത്തത്? 5. ഇപ്പോൾ നിലവിൽ അപ്പോൾ ആകെ എത്രയുണ്ട്? 80 റാംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരക വ്യൂഹം. അപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബ്രാൻഡിന്റെ പേരെന്താണ്? അരക വ്യൂഹം. 2024 ജനുവരി 28 ആരംഭിച്ച 7 ദിവസത്തെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ തീം എന്താണ്? സാഹിത്യം, സംസ്കാരം, പുരോഗതി. ഗാസിയാബാദ് ജില്ലയിലാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിഫോം സിവിൽ കോഡ് ബിൽ ആദ്യമായി പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് ബിൽ ആദ്യമായി പാസാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ കിൽക്കാരി പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏതാണ്? മോസ്കോ ടൈംസ് ആണ്. അതുപോലെ തന്നെ ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് എത്തിച്ചേരുന്ന ആദ്യത്തെ ചരക്കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോ. എന്താണ് ഓപ്പറേഷൻ ഥാർ? രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ ഥാർ. നെഹ്റു ട്രോഫി വള്ളംകളി 70ാമത് എന്നാണ് നടക്കുന്നത്? 2024 ഓഗസ്റ്റ് 10-നാണ്. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതം എന്നാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.